ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഭീകരത കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ മണ്ണിൽ തന്നെ നടന്ന ഒരു വൻ ഭീകരാക്രമണത്തെക്കുറിച്ചാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിൽ ഭീകരാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ അവർ പിന്തുണയ്ക്കുന്ന ഈ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ISISന്റെ ആ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ISISകാരൻ തന്നെയാണ് ഇന്നലെ അമേരിക്കയിലെ ലൂസിയാന നഗരത്തിൽ ഫ്രഞ്ച് ക്വാർട്ടറിൽ ഒരു ഭീകരാക്രമണം നടത്തിയത്. ഈ പട്ടണത്തിൽ വലിയ തോതിൽ ഒരു പുതുവത്സരാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഈ ISISന്റെ ഒരു കറുത്ത പതാക പിടിപ്പിച്ച ഒരു പിക്കപ്പ് വാൻ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറഞ്ഞ ഒരുവൻ ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറ്റി 15 പേരെ കൊലപ്പെടുത്തുകയും 10-40 പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു മനോഹരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഇതിപ്പോൾ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് വേണം പറയാൻ. കാരണം സിറിയയിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുവാൻ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ISISനെ പിന്തുണച്ചുകൊണ്ട് സിറിയയിൽ അവർക്ക് ഭരണം പിടിച്ചു കൊടുക്കുകയും പശ്ചിമേഷ്യയിൽ അസ്ഥിരത സൃഷ്ടിക്കാനുമുള്ള ഈ ശ്രമം ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. അമേരിക്കൻ മണ്ണിലും ഇവർ ചെന്നെത്തിയിരിക്കുകയാണ്. ഈ ISIS എന്ന് പറയുന്നത് ഒരു സയനിസ്റ്റ് സംഘടനയാണ്. അവർ എപ്പോഴും സയനിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നതായി നിങ്ങൾക്ക് മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതുതന്നെയാണ് ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ ഇപ്പോൾ ഈ ഭീകരർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയനിസ്റ്റുകൾ ആ അവസരം മുതലാക്കിക്കൊണ്ട് സിറിയയുടെ മുഴുവൻ പ്രദേശങ്ങളിലും അതിഭീകരമായി ബോംബ് ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയെ വളർത്തിയെടുത്ത അമേരിക്കയും സയനിസ്റ്റുകളുമൊക്കെ ഇപ്പോൾ അതിൻ്റെ ഫലം അനുഭവിച്ച് തുടങ്ങുകയാണ്. ഇയാളുടെ വാഹനത്തിൽ നിന്നും ഇത് കൂടാതെ 2 സ്ഫോടക വസ്തുക്കളും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിന് അത് പൊട്ടിച്ചില്ല. അതുകൊണ്ട് കുറേ പേരുടെ ജീവൻ രക്ഷപ്പെട്ടു അമേരിക്കയിൽ. അതല്ലെങ്കിൽ ആക്രമണം ഇതിലും അതിഭീകരമായി മാറിയേനെ. ഇയാൾ പിന്നീട് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു. പക്ഷേ അതല്ല, ഇയാൾക്ക് പിന്നീടും ഉണ്ടാവുമല്ലോ ആളുകൾ. അവരും ഇതുപോലെ ഒരു ദിവസം ഒരു പിക്കപ്പോ അല്ലെങ്കിൽ ഒരു തോക്കോ ഒക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ വെടിവെച്ച് കൊല്ലാം. ഈ പൊതുവെ എല്ലാ രാജ്യങ്ങളിലും സർക്കാരുകൾ ചെയ്യുന്ന വൃത്തികേടുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് നിരപരാധികളായ ആ നാട്ടിലെ ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പണ്ട് താലിബാനുമായിട്ടുള്ള യുദ്ധത്തിനിടയിലും ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിനിടയിലൊന്നും അമേരിക്കക്കാർക്ക് ലോകത്തെങ്ങും യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു. ആരെങ്കിലും പാവങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാനോ ഇറങ്ങാനോ പോയി കഴിഞ്ഞാൽ പിടിച്ച് കിട്ടുന്നവൻ ചിലപ്പോൾ അവരെ കൊല്ലാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു മുന്നറിയിപ്പ് എപ്പോഴും അമേരിക്ക കൊടുക്കാറുണ്ട്. ഇപ്പോൾ സയനിസ്റ്റുകൾക്കും അതേ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അവർക്ക് ലോകത്തെങ്ങും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഇവരെ ആക്രമിക്കുന്നത് ഒരിക്കലും ഈ ഭീകരരൊന്നുമല്ല, ചിലപ്പോൾ സാധാരണക്കാരായിരിക്കാം. ഇത്തരം രാജ്യങ്ങളുടെ ഈ ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ സഹിക്കാൻ കഴിയാത്ത കോടാനുകോടി ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നത് കണ്ട് വിഷമം തോന്നുന്നവർ, അത്തരക്കാർ ചിലർ തന്നെയായിരിക്കും ഇതുപോലുള്ള ആക്രമണങ്ങൾ സ്വയം സംഘടിപ്പിക്കും. അവർ ചിലപ്പോൾ സ്വയം മരിക്കാൻ തയ്യാറായിക്കൊണ്ടാവും ഇത്തരം ആക്രമണങ്ങൾക്ക് ഇറങ്ങുന്നത് തന്നെ. പക്ഷെ എന്തായാലും ഇതിൽ അനുഭവിക്കുന്നത് എപ്പോഴും നിരപരാധികൾ തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കൊലപാതകി പറഞ്ഞിരിക്കുന്നത് ഞാൻ ISISൽ നിന്നും പൂർണ്ണമായും പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഈ ഭീകരാക്രമണം നടത്തുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ അത്ര മികച്ച പ്രകടനമാണല്ലോ ഈ ISIS നടത്തുന്നത്. കാരണം ഈ കൊലപാതകി ഒരു അക്രമി തന്നെയാണ്. അപ്പം അവരവർ ചെയ്ത ഫലം അവരവർ തന്നെ ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭീകര സംഘടനകളെ വളർത്തിയെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇതൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പാണ്. ഈ ഒരു ആക്രമണം മാത്രമല്ല, അമേരിക്കയിലെ ലാസ് വേഗാസിലും ഒരു വലിയ 5 നക്ഷത്ര ഹോട്ടലിൻ്റെ വാതികൾ നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്ക് പൊട്ടിത്തെറിച്ച് അവിടെയും 7 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടോ എന്നറിയില്ല. ആദ്യ വാർത്തകളിലൊക്കെ 7 പേരാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവാം. കുറേ പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. അതിനർത്ഥം അമേരിക്കയിൽ പതുക്കെ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ട്രംപ് വരുമ്പോൾ മനോഹരമായ ഒരു അമേരിക്ക ആയിരിക്കും ചിലപ്പോൾ കയ്യിൽ കിട്ടുന്നത്. 2017 ട്രംപിൻ്റെ അമേരിക്കയല്ല ഇന്നത്തെ അമേരിക്ക. ഇന്നത്തെ അമേരിക്ക വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ ഈ സയനിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നയത്തിൽ വിരോധം തോന്നുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുനിന്നുണ്ട്. അവരുടെയൊക്കെ ചങ്ങലകൾ ഇന്ന് അമേരിക്കയിലുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ആക്രമണം നടത്തുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്താൽ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ്. ആയുധനഷ്ടം, പണനഷ്ടം, കൂടാതെ ഇപ്പോൾ ജനങ്ങളെ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന് അമേരിക്കയ്ക്ക് എക്കാലവും പേരുള്ളതാണ്. സയനിസ്റ്റ് ഭീകരതയാണ് അവരുടെ പ്രധാന തലം. അവരുടെ ലക്ഷ്യം മിഡിൽ ഈസ്റ്റാണ്. മിഡിൽ ഈസ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ ഒതുക്കി അവരുടെ കയ്യിലുള്ള പെട്രോൾ സമ്പത്ത് കൈയടക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇക്കാലത്തെയും ലക്ഷ്യം. അതിനുവേണ്ടി അവർ കൂട്ടായി പണിയെടുക്കുകയാണ്, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു.
മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന സാധനം തട്ടിയെടുക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട നീചമായ പ്രവർത്തികളാണ് ഇത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വൃത്തികെട്ടവരാണ്. ഓരോ രാജ്യത്തിനും അതാതിൻ്റേതായ സമ്പത്തുണ്ട്. അതുകൊണ്ടാണ് അവർ കഴിയുന്നതും ആ രാജ്യം പുഷ്ടി പിടിക്കുന്നതും. അത് തട്ടിയെടുക്കാൻ വേറൊരുവനിങ്ങനെ ശ്രമിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട രീതി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗസയിലെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. പുതുവർഷത്തിൽ ഗസയിൽ അതിഭീകരമായ ആക്രമണമാണ് ഈ സയനിസ്റ്റുകൾ അഴിച്ചുവിട്ടത്. അവരുടെ അതിശക്തമായ മിസൈൽ ആക്രമണത്തിൽ 12 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. സയനിസ്റ്റുകൾ എപ്പോഴും ഈ ഗസയിലെ കുട്ടികളെയാണ് ഉന്നം വയ്ക്കുന്നത്. അതിനർത്ഥം അടുത്ത തലമുറ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് അവർ ഇത്തരം വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇത് ലോകത്താരും ഇങ്ങനെ ചെയ്യാറില്ല. കുട്ടികളെയും സ്ത്രീകളൊന്നും കൊല്ലാറില്ല. പക്ഷേ സയനിസ്റ്റുകൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗസയിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ കനത്ത മഴയും മഞ്ഞുവീഴ്ചയുമാണ്. ഈ കനത്ത മഴയിലും മഞ്ഞുവീഴ്ചയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ 7 കുട്ടികൾ തണുപ്പ് കൊണ്ട് മരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ഭീകരാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അവർക്കൊന്നും കിടപ്പാടമില്ലല്ലോ. അതെല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞല്ലോ. അവരിപ്പോൾ ഈ ചാക്ക് കൊണ്ടും ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും ഒക്കെ ടെൻറ്റ് കെട്ടി അതിനുള്ളിലാണ് കിടക്കുന്നത്. അത് കൊടും വെയിലും രാത്രി തണുപ്പ്, പകലാത്തപ്പോൾ മഴ, ഇങ്ങനെയൊക്കെ വളരെ അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. വളരെ ദുരിതാവസ്ഥയിലാണ്. ഭക്ഷണമില്ല, വസ്ത്രമില്ല, കിടക്കാൻ സ്ഥലമില്ല. അങ്ങനെ മൃഗതുല്യമെന്ന് പോലും പറയാൻ പറ്റില്ല. മൃഗങ്ങളിൽ ഇതിനേക്കാൾ നന്നായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന ഒരു ജനതയുടെ മുകളിലേക്ക് പിന്നെയും കൊണ്ട് ബോംബിടുകയാണ്. അതോടൊപ്പം തന്നെ ഈ ടെൻറ്റുകളിൽ അതിശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞ് അവർക്ക് കിടക്കാൻ സ്ഥലമില്ലാതെ വന്നിരിക്കുകയാണ്. ഈ ടെൻറ്റുകളിൽ പോലും കിടക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ഈ ഗതികേടിലേക്കാണ് വീണ്ടും സയനിസ്റ്റുകൾ ബോംബ് ചെയ്യുന്നത്. അതവരെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്, ഇവരിങ്ങനെയൊക്കെ കഴിയുന്നത്. ഇനി പെണ്ണുങ്ങളാണ് ഇവന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, സന്തോഷിക്കാൻ. കാരണം അവർക്ക് ഹൂത്തുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തുകൾ കൊടുത്ത് ഈ പുതുവത്സരത്തിന് നല്ല പടക്കംപെട്ടിയിലുണ്ടായിരുന്നു. നേരം വെളുക്കുമ്പോൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. കാരണം വലിയ സന്തോഷത്തിലിരുന്നാണ് ഇവർ പുതുവർഷം ആഘോഷിക്കാമെന്നൊക്കെ ഓർത്ത് ഈ ഇസ്രായേലികൾ സയനിസ്റ്റുകൾ ഇരുന്നാണ്. അതുമല്ല അവർ അതിന് പകരമായിട്ട് ഈ ഹൂത്തികളാണ് അവരെ സന്തോഷിപ്പിച്ചത്. പടക്കം പൊട്ടിച്ച് കൊണ്ടടിച്ചു കൊടുത്ത് നന്നായിട്ട് മിസൈൽ അടിച്ച് നല്ല കാര്യമായ രീതിയിൽ തന്നെ ഈ നാശം വരുത്തിയിട്ടുണ്ട്. ബങ്കറിൽ കിടന്നുറങ്ങാനുള്ള യോഗമേ ഈ ഇസ്രായേലികൾക്ക് 1-ാം തീയതി സംഭവിച്ചുള്ളൂ. അപ്പോൾ 2025 സയനിസ്റ്റുകളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ വർഷമാണ്. കാരണം നല്ല നല്ല മിസൈലുകൾ പുതിയ തരത്തിലുള്ളത് കാണാൻ കഴിയുന്നുണ്ട് ഹൂത്തികളിൽ നിന്ന് നയിക്കുന്നത്. അതുപോലെ തന്നെ ഹമാസും അതിശക്തമായ രീതിയിൽ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ബന്ദിച്ചർച്ചകൾ പൊളിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. കാരണം 2 കൂട്ടരും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. 35 ബന്ദികളെ വിട്ടുകൊടുക്കണമെന്ന് ഇസ്രായേലികൾ കഴിഞ്ഞ ദിവസം ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിൽ വെറും 12 പേരെ മാത്രമേ ഞങ്ങൾ തിരികെ തരുമെന്ന് ഹമാസും വാശി പിടിച്ചു. കാരണം ഈ 12 പേര് തന്നെ അവർ വൃദ്ധരും കുട്ടികളുമാണ്. ബാക്കിയുള്ളവരെല്ലാം സൈനികരാണ്. അവരെ ഞങ്ങൾ ഒരു കാരണവശാലും തരില്ല എന്നാണ് ഹമാസ് പറയുന്നത്. അതല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ യുദ്ധം നിർത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇടപാട് തീർക്കാം, പിന്നെ അടിക്കാൻ പറ്റരുത്. അത് ലോകത്തുള്ള എല്ലാവരും കൂടി തീരുമാനമാക്കി യുദ്ധം നിർത്തി തന്നാൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വില പേശാതെ തന്നെ ബന്ദികളെല്ലാം കൈമാറ്റം ചെയ്ത് വളരെ സന്തോഷമായിട്ട് തോളെ കയറ്റി പിരിയാം. അതല്ലെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാം. അത് തന്നെയാണ് ഹമാസ് പറയുന്നത്. 23 പകുതി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. 24 മുഴുവൻ ചെയ്തു. 25 നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല, വളരെ സന്തോഷമാണെന്നാണ് ഹമാസ് പറയുന്നത്. അതോടൊപ്പം മറ്റൊരു വാർത്തയും കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നലെ ഇസ്രായേലിൽ നെതന്യാഹുവിനെ കൊല്ലാൻ അവരുടെ നെസറ്റിൽ തന്നെ ഒരു ശ്രമം നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ചില യൂട്യൂബേഴ്സൊക്കെ വലിയ തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊല്ലാൻ ശ്രമം, വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അത്രയൊന്നും ഇല്ല. കൊല്ലാൻ ശ്രമമെന്ന് ഞാൻ ഇച്ചിരി ആലങ്കാരികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൊല്ലാനുള്ള ശ്രമമല്ല എന്ന് വേണേൽ പറയാം. അത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം അവരുടെ ഈ ബജറ്റ് അവതരണമായിരുന്നു ഈ 1-ാം തീയതി. ഈ ബജറ്റ് അവതരണത്തിൽ അവരുടെ ദേശീയ സുരക്ഷാ മന്ത്രിയുണ്ട്. അയാൾ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ ബെൻഗീർ നായരുടെ പേര്. അയാൾ അവരുടെ ഈ ധനകാര്യമന്ത്രിയോട്, അയാളുടെ പേര് ബെസാലൻ സ്ട്രോവിച്ച് എന്നൊക്കെയാണ്, പോലീസ് വകുപ്പിന് കുറച്ച് പൈസ കൂട്ടിത്തരണം, അതായത് ബജറ്റിൽ കുറച്ച് ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് നീ ഇതിൻ്റെ പണി നോക്ക്, അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും അവിടെ കാശില്ല. അപ്പോൾ ഈ ബജറ്റിലൂടെ ആൾക്കാരെ പിടിക്കാനുള്ള പരിപാടിയാണ്. കാരണം യുദ്ധത്തിനൊക്കെ ഒരുപാട് കാശ് ചിലവായിട്ടുണ്ടല്ലോ. ഇപ്പം ഇസ്രായേൽ പാപ്പരായിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളെ പിഴിഞ്ഞ് കുറച്ച് കാശുണ്ടാക്കുക, അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ബജറ്റിൽ ഇപ്പോൾ വൻ വർധനമാണ് വരുത്തിയിരിക്കുന്നത്. ജനങ്ങളെ പിഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ കാശ് ഉണ്ടാക്കിയിട്ട് വേണം വീണ്ടും പോയിട്ട് ആൾക്കാരെ കൊല്ലാൻ.
അപ്പോൾ അതിനുവേണ്ടിയാണ് പ്രത്യേക ബജറ്റ് തയ്യാറാക്കുകയാണ് അവർ വൻ ഇതിട്ടുകൊണ്ട്. അപ്പോൾ ഈ ബെൻഗറിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പോലീസിനും കുറേ കാശ് തരണം, ഞങ്ങൾക്ക് നാട്ടുകാരൊക്കെ അടിക്കാനുള്ള കാശ് കൂടുതൽ വേണം എന്ന് ചോദിച്ചപ്പോൾ പോയി പണിയൊക്കെ പറഞ്ഞു. ഇതാവശ്യം. അപ്പോൾ ഇയാൾ പറഞ്ഞെന്നാൽ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബജറ്റിന് ഓപ്പോസിറ്റ് ഞാൻ വോട്ട് ചെയ്യും, എന്നെ കൊണ്ട് പറ്റുന്നവരെ കൊണ്ടല്ല ഞാൻ വോട്ട് ചെയ്യിക്കും എന്ന് അയാൾ ഭീഷണി മുടക്കി. എന്നിട്ട് നെതന്യാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞ് മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നു, ഇവന്മാരെ എല്ലാം ഇതാക്കിയെന്നില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് തിരിച്ച് ചെയ്യും, പിന്നെ ഈ ബജറ്റ് പാസ്സാവില്ല. ഇയാളെ തലേ ദിവസം ഓപ്പറേറ്റ് ചെയ്താണ് നെതന്യാഹുവിനെ. അയാൾ ആ കിടക്കേന്ന് എഴുന്നേറ്റ് വന്നു, ആ കെട്ടും കിടക്കായിട്ട് മൂത്രസഞ്ചി നോക്കിക്കൊണ്ട് അയാൾ നേരെ ഇവരുടെ ഈ നെസറ്റിൽ വന്നെന്നുള്ളതാണ് രസം. ഈ അമേരിക്കയിലൊക്കെ സെനറ്റ് എന്ന് പറഞ്ഞാൽ അവർ നെസറ്റ് എന്നാണ് പറയുന്നത് അവരുടെ പാർലമെൻറ്റിന്. അങ്ങനെ അവിടെ വന്ന് ഈ സഞ്ചി നോക്കി ഇയാൾ വന്നു. അയാൾ ഭയങ്കര ക്ഷീണിതരൊക്കെയായിരുന്നു. അയാൾ വന്ന് അയാൾ ഇരുന്ന് അയാൾ വോട്ട് ചെയ്യേണ്ടി വന്നു. ഗതികേടെന്ന് ആലോചിച്ച് നോക്കണം, ഇല്ലെങ്കിൽ സംഗതി പൊളിഞ്ഞു പോകും. ബജറ്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ സംഗതി കട്ടയമ്പട മുടങ്ങിപ്പോവും. നെതന്യാഹു ചിലപ്പോൾ താഴെ പോവും, അല്ലെ തന്നെ ചിലപ്പോൾ താഴെ പോകാറായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട്, പക്ഷേ ഈ ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഇയാൾ അവസരമായിപ്പോയി. ഇപ്പം വിശ്രമത്തിലാണ്. ഡോക്ടർമാർ പറഞ്ഞാൽ പോകരുതെന്ന്, അല്ല തന്നെ ആരെങ്കിലും പോവുമോ? ഇത്രയും വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് അവിടെ പോവുക എന്ന് പറഞ്ഞാൽ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. കാരണം ഇയാളെ കിടത്തി ഉറക്കുകയല്ലവന്മാർ സമ്മതിക്കുകയില്ല. കൊണ്ടത് ചത്തുപോയി അടുത്തവനാകാമല്ലോ പ്രധാനമന്ത്രി. ഇത് തന്നെ ഉദ്ദേശം. അതാ ഞാൻ പറഞ്ഞത് കുറേ വധശ്രമം നടന്നെന്ന്. ഇത് നമുക്കാണ് ഒരു വീഡിയോ ആക്കി വിശദമാക്കി പറയാം, എനിക്കാനും താല്പര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ എന്തായാലും ഇപ്പം വളരെ അവശരായിട്ട് ഇയാൾ വീണ്ടും അഡ്മിറ്റായിരിക്കുകയാണ് അണ്ടർഗ്രൗണ്ടിൽ. നിലവറയിലാണല്ലോ കിടപ്പ്. അതുമില്ല, ഇയാൾ ഈ ബജറ്റ് അവതരണത്തിന് വരുമ്പോഴൊക്കെ ഭയങ്കര സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങാനും ഹൂത്തികളെങ്ങാനും കയറി അടിച്ചാൽ ഇയാളെ പണി തീരുമല്ലോ. ഭയങ്കര ഇസ്രായേലിൽ വലിയ വിഷയം നടക്കുന്നുണ്ട് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്. ഇയാളെ കൊല്ലാനുള്ള ശ്രമമാണ് നടന്നതെന്നുള്ള കാര്യത്തിൽ വലിയ വിഷയം ഈ ബെൻഗറിനെതിരായിട്ട് അവരുടെ ദേശീയ സുരക്ഷാ മന്ത്രി ഉണ്ട്, അയാൾക്കെതിരായിട്ട് വലിയ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് തന്നെ ഇസ്രായേലിൽ തന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. നെതന്യാഹുവിന് ഇത്രയും പ്രായമായി, അയാളുടെ മേലെ മുഴുവൻ ഇരുമ്പും ഉരുക്കും എല്ലാം കയറ്റി വെച്ചിരിക്കുക. ഹാർട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, പേസ് മേക്കർ പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഈ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തു. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം ഇത് ഇത്രയും രോഗമുള്ള ഈ മനുഷ്യനെ, ഈ കളവനെ നെസറ്റ് വിളിച്ച് വരുത്തിയിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങളിപ്പം തറയിടും, ബജറ്റെല്ലാം പൊളിച്ച് കൈത്തരും എന്നൊക്കെ ഭീഷണിപ്പെടുത്തപ്പോൾ അയാൾ മേടിച്ച് വന്നു. ഇയാളെങ്ങാനും ചത്തുപോയി ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് ഡോക്ടർമാരെടുത്ത് പറയുകയും ചെയ്തു. എന്നിട്ട് അയാൾ വന്ന് ഏതായാലും ഭാഗ്യത്തിന് തിരിച്ചു പോയി, കുഴപ്പമൊന്നുമില്ല. ഇനി പറയാൻ പറ്റത്തില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ഇയാൾക്ക് വല്ല മാരകമായ വല്ല പ്രശ്നം ഉണ്ടാകുമോ പറയാൻ പറ്റത്തില്ല. നിലവിലായിട്ടില്ല കേട്ടോ, ആര് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അവസാനമായി ഒരു കാര്യം കൂടെ പറയുകയാണ്, അമേരിക്കയിലേക്ക് ആരെങ്കിലും പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പരിപാടി മാറ്റിക്കോ. അവിടെ ഇന്ത്യക്കാരെല്ലാം പുറത്താക്കുകയാണ്, H1 വിസക്കാരെ എല്ലാവരെയും പുറത്താക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് 2 ലക്ഷം പേരോളം എടുത്ത് ദൂരെ കളയിപ്പോൾ തന്നെ, രക്ഷയില്ല. അല്ല അമേരിക്കയിലൊന്നും കാലാകാലം അവിടെ കിടന്ന് ആകാമെന്നൊക്കെ ഓർത്തിരുന്ന ആൾക്കാരാണ്. ഞാൻ വേറെ ഏതാ വീഡിയോ പറഞ്ഞെന്നാണ് തോന്നുന്നത്. എന്തായാലും അമേരിക്കയിലേക്ക് ഇനി വലിയ കാര്യമായിട്ട് ഉന്നം വെക്കണ്ട. ഈ 4 കൊല്ലം ഈ ട്രംപ് ഇരിക്കുന്ന കാലത്ത് ആരും കാര്യമായിട്ട് ഉന്നം വെക്കണ്ട. നാട്ടിൽ വന്ന് എന്തെങ്കിലും വല്ല സ്ഥലമോ കടയോ എന്തെങ്കിലും മേടിച്ച് തിരിച്ചും മറിച്ചൊക്കെ നിൽക്കുക എന്നല്ലാതെ അമേരിക്കയിൽ കിടന്ന് മരിക്കാം എന്നുള്ള ധാരണയിൽ പോയിട്ടുള്ളവർക്കെല്ലാം തിരിച്ചു വരാം. നാടുമൊക്കെ ഒന്ന് കണ്ട് ഇവിടെ ആകുമ്പോൾ നല്ല മഴയും വെയിലും കാറ്റും എല്ലാം കൊണ്ട് ഒരു 3-4 കൊല്ലം കഴിയുക, ട്രംപ് ഇറങ്ങി കഴിഞ്ഞിട്ട് ചെല്ലുക. വീണ്ടും പുതിയ പ്രസിഡന്റ് ആരാ വരുന്നത് വെച്ചാൽ അവരുടെ നയം അനുസരിച്ച് നിൽക്കുക. അതിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം.